മോർണിംഗ്. വരൂ. സാറില്ലേ? ബോംബെ ഫ്ലൈറ്റിന് പോയി. അന്ന് പറഞ്ഞ വീഡിയോ കാസറ്റ്? ഓ, അഭിനയം വേണ്ട. പയ്യനില്ല. അവന് കുറെ നാളെ ലീവിനൊരു തിടുക്കം. ലിബറിലായി 4 ദിവസം കൊടുത്തു. ഗോപി ഇരിക്കും. 5th ബോംബെന്ന് കുട്ടേട്ടം മടങ്ങും. സാറിന്റെ ബോംബെ ട്രിപ്പ് ഫിക്സ് ചെയ്തപ്പോ നമ്മുടെ മിസ്സസ് ഒന്ന് സ്ഥലം വിട്ട് കിട്ടാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഭാഗ്യമുണ്ട്. ആർക്ക്? ഏട്ടന്റെ പെണ്ണ് കാണാനല്ലേ? വിളിച്ചു പോണേന് മുമ്പ്. ഞാനാണല്ലോ തിക്കസ്റ്റ് ഫ്രണ്ട്. പിന്നെ ഗോപിയെ തനിച്ചാക്കി പോണേല് വിഷമമുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ അന്വേഷിച്ചോളാമെന്ന് പ്രോമിസ് ചെയ്തു. ശരി. സാറില്ലാത്തപ്പോ MD തൊട്ടാനൊക്കെ എന്നെ വിളിക്കും. പോട്ടെ. 6 വരാ? വേണ്ട, ബെറ്റർ ഒരു 7, 7:30. 5th വരെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ശനിയും ഞായറും മക്കൾക്ക് അമ്മയൊന്ന് കാണണമെന്ന് തോന്നി ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെടരുതെന്ന നെക്സ്റ്റ് പ്രാർത്ഥന. സ്റ്റഡി ലീവ് അല്ലേ, വരരുതെന്ന് വിളിച്ചു പറയും. പെർഫെക്റ്റ്. ഹലോ. യെസ്, അതെ. എപ്പോ? ചേട്ടൻ രാവിലെ ബോംബെക്ക് പോയി. ശരി, രാജന് ഞാൻ വിവരം അറിയിക്കാം. സേതയ്ക്ക് വിവരം? ശരി, ഞാൻ പുറപ്പെടാം. ഹലോ, ഞാൻ മാനേജറുടെ വീട്ടിൽ നിന്ന് മിസ്സസ് ആണ്. എയർപോർട്ടിൽ നിന്ന് കാർ വരും അവിടെ. അതുടനെ ഇങ്ങോട്ട് അയക്കാൻ ഏൽപ്പിക്കൂ. ഉടനെ. അച്ഛന് സീരിയസ് ആണ്. ഇപ്പൊ ട്രങ്ങാൾ വന്നു. അസിസ്റ്റന്റ് മാനേജർ മിസ്റ്റർ ഗോപിനാഥനോടും ഒന്ന് വിവരം പറയൂ. ടെലിഫോണിൽ നീ എന്താ കേട്ടത്? അവരുടെ മുറിയിൽ കുട്ടികളുടെ ബഹളം ശരിക്ക് കേട്ടില്ല. അച്ഛന് സൂക്കേട് കലശല, പുറപ്പെടണമെന്ന് മാത്രം കേട്ടു. ഈ നാടന്മാര് വകതിരിവോടെ ഒന്നും ഫോണിൽ പറയില്ല. കലശലാണെന്ന് പറഞ്ഞാൽ ഒക്കെ കഴിഞ്ഞാലും ചിലർ അങ്ങനെയാ പറയാ. ഓണക്കാലത്ത് കണ്ടപ്പോഴും കൂടി ഒരു ആലോക്യമില്ല. മരിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല അച്ഛന്. നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് സന്ധ്യയ്ക്ക് മുമ്പേ എത്താം. നാളെ ഒറ്റ ദിവസമേ ചേർമാനുള്ളൂ. പണിക്കർ സാർ പറയില്ലേ? അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് പ്രൊമോഷൻ ഓർഡർ ഇടുവോ? ഒരു ടാക്സി വിളിക്കായിരുന്നു. എത്ര നേരമായി? ടാക്സി 400 റുപ്യ പോകുന്ന അറിയില്ല. ആ, ഡിന്നറിന്റെ ഇടയിൽ നീ നയത്തിൽ നിന്ന്. ആ, ബസ് വരുന്നുണ്ടല്ലോ, നീ വാ. നാരായണ 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 നാരായണ. എവിടെയായിരുന്നല്ലോ താൻ? വേണ്ടത്തപ്പോ തന്നെ തട്ടിയും മുട്ടിയും നടക്കാൻ വയ്യ. ഒരു ആവശ്യം കുളിക്കാൻ ഇറങ്ങുമ്പോ വിവരം അറിഞ്ഞോട്ടാ. ഇനിയൊക്കെ ഞാൻ നോക്കിക്കോളാം. മാഷേ, മാഷേ, ഞാനാണ് കുട്ടിനാരായണൻ. ഞാനിവിടെ ഉണ്ടാവും. മാഷ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാറ്റിനും ഞാൻ ഉണ്ടാവും. നെഞ്ചത്ത് കഫം കെട്ടുന്നുണ്ട്. തവിട് കിഴി കെട്ടി ഒരു ചെറു ചൂടോട് കൂടി പിടിച്ചാൽ കുറച്ച് കാക്കം കിട്ടും. ചിരോ, നീ എന്റെ ഏർപ്പാടെന്ന് വെച്ച് ചെയ്യേ. കസ്തൂരിയാതി ഗുളിയുണ്ടോ? ആ, ഒരടുപ്പിൽ ഇത്തിരി ജീരകം വെച്ചോളൂ. എനിക്കിന്ന് 100 തിരക്കുള്ള ദിവസമാണ്. പഞ്ചായത്തിലൊരു മീറ്റിംഗ്, ബ്ലോക്കിലൊരു മീറ്റിംഗ്. അച്ചോട്ടം പോയിക്കോളൂ, സമാധാനമായിട്ട് പോയിക്കോളൂ. ഇന്നൊന്നും ഉണ്ടാവില്ല. എടാ, ഞാൻ ഉണ്ടല്ലോ. കസ്തൂരിയാതി ഗുളിയോ അങ്ങനെ കാശും പണം വല്ലതും മാഷ്. ആരെങ്കിലും വെച്ച് വാങ്ങിച്ചോളൂ. താൻ ഇവിടെ തന്നെ വേണം. ആ ചാത്ത, ഓ, നീ അങ്ങാടി പോയിട്ട് വൈദ്യശാലയിൽ നിന്ന് ഒരു 5 വായുളിയ അടിയന്തരമായിട്ട് കൊടുത്തേക്കാൻ പറയാം. കാശ് പിന്നീട് അടുപ്പിക്കാന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട് മൂപ്പർക്ക്? വായു ഇളകിയിട്ടില്ല. ലക്ഷണം കണ്ടിട്ട് നാളെ പുലർച്ചെ ഏറിയ 12 മണി. ഉച്ച കഴിയില്ല. ചിര്
നിന്റെ കുട്ടികൾ ആരുണ്ട്? ഇത് കഴിയണ വരെ വിളിച്ചോൻ പറഞ്ഞൊന്ന് കേൾക്കാൻ. അവർക്ക് തീപ്പെട്ടി കമ്മിൽ പണിയില്ലേ? ഞാൻ പിന്നെ കീഴ്ക്കട കഴിഞ്ഞെന്ന് മറക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടെ ജോലിക്ക് വന്നിട്ട് പോണു. സന്ധു ബന്ധുക്കൾ ആരെങ്കിലും എത്താതിരിക്കില്ല. അതൊന്ന് സഹായിച്ചു തരൂ. ഗുളിയുടെ കാര്യം മറക്കണ്ട. ഇങ്ങനെ ഒരു അത്യാവശ്യം വരുമ്പല്ലേ മനുഷ്യരെ അങ്ങോട്ടും കൂടെ സഹായിക്കുക. 15-20 രൂപയ്ക്ക് ആരാ ഇപ്പൊ ഇവിടെ പണിക്ക് നിൽക്കുക? പണ്ടത്തെ കാലം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഞാൻ. അകത്തും പുറത്തായിട്ട് പണിക്ക് എത്ര ആളായിരുന്നു ഇവിടെ. ഇപ്പൊ വയ്യാണ്ട് കിടക്കുമ്പോ കൂടി സഹായത്തിനൊരാള്. മകളുടെ കൂടെ പോയി താമസിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ? മുറ്റടിക്കലും പാത്രം തയ്ക്കലും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പണിക്കാർ വെച്ചത് കഴിക്കുന്നല്ലേ കണ്ണു കാണാനായിട്ടും കൂടെ വാശി. അമ്മുക്കുട്ടിയുടെ അടുത്തേക്ക് ഒരാളെ വിട്ടാലോ? ആ വഴിക്ക് ആരെങ്കിലും പോണവരുണ്ടോ? പറയേണ്ട താമസേ ഉള്ളൂ. ആ കുട്ടി ഞോടി വരാൻ. മരുമോളല്ലേ? മരുമോൾക്കൊരു ചുമതലയില്ലേ? മരിക്കാൻ കിടക്കുന്നവരെ കുറ്റം പറയുന്ന ചൊല്ല്. ആള് മീശനാ. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ കുട്ടി കണ്ണിയും കയ്യുമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അത് നിങ്ങൾക്കറിയോ? എന്തിന്? ആരൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. എന്താ ഉണ്ടായേ? ആവോ, ചക്രശ്വാസം വലിച്ച് ആളുകളെ കഷ്ടപ്പെടുത്താതെ തീർന്നോട്ടെ തന്ത. ഉടുപ്പ് മറന്നെങ്കിൽ വേഗം മാറിക്കോ. മമ്മിയില്ലേ? വരും. ആ പണിക്കാരോട് ഇവനെ വേഗം ഒന്ന് റെഡിയാക്കാൻ പറയും. നല്ല വന്നില്ലേ? ഇല്ല. വിശാലേട്ടത്തി എന്താ പറഞ്ഞത്? വളരെ സീരിയസ് ആണോ? വളരെ സീരിയസ് ഇല്ലെങ്കിൽ വേഗം പുറപ്പെടാൻ പറയൂ. ഇറങ്ങാം. നോക്കൂ, തേർഡിന് ഡൽഹിയിൽ വെച്ച് ഇന്റർവ്യൂ വെറും ഒരു ഫോർമാലിറ്റിയാണ്. മിക്കവാറും സെലക്ട് ചെയ്തവരെ മാത്രമേ വിളിക്കാറുള്ളൂ എന്ന് കോമളം പറഞ്ഞു. എന്തോ നമുക്ക് ഇറങ്ങാം. രാജൻ അവിടെ എത്തി സിറ്റുവേഷൻ എന്താന്ന് അറിഞ്ഞിട്ട് വിളിച്ചാ മതി. അതുപോരെ? മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് ഡൽഹി പോണം വയ മദ്രാസ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് കണക്ഷൻ ഉണ്ട്. പേപ്പേഴ്സ് ഒന്നും ശരിയായിട്ടില്ല. പാസ്പോർട്ട്, വിസ, റിസർവ് ബാങ്ക് ക്ലിയറൻസ് ദിവസവും ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്റെ ഈശ്വര. ഇപ്പൊ ചെയ്യേണ്ട പുറപ്പെടുക. നൗ, ഇമ്മീഡിയറ്റ്ലി വരൂ. ഞാനെന്ന് ഡ്രസ്സ് മാറ്റട്ടെ. ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? കല്യാണി, എന്താ വെച്ചേ? രുക്മിണിയുടെ അവിടെ നാളെ വന്നാൽ അൽമാരയുടെ മീതെ വെച്ചിട്ടുള്ള പാക്കറ്റ് കൊടുത്തയക്കണം. ഈ അലമാരയല്ലേ? ഈ അലമാര അല്ല, നടുമുറിയിൽ അൽമാര. ആ, സുകുമാര സാറിന്റെ മിസ്സസ് നാളെ വിളിക്കും. വിവരം പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ കൃത്യമായിട്ടൊക്കെ എഴുതി വെക്കണം. ഓ അച്ഛാ, നമ്മ എപ്പോഴാ മടങ്ങാ? അറിയില്ല. ഹലോ. ഓ, ആ വിളിക്കാം. അമ്മയെ വിളിക്കുന്നു പറ. ഹലോ. ആ, താങ്ക് യു. ഫെലോഷിപ്പാണ് 2 കൊല്ലത്തേക്ക്. ആ, ഞാനേ വരുന്ന വഴി അവിടെ കയറണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേ ഇവരുടെ സിസ്റ്ററിന്റെ കോള് വന്നത്. ഫാദർ ലോന് സീരിയസ് ആണെന്ന്. ആ, 10-65 വയസ്സുണ്ട്. ഓ, പുറപ്പെടുകയായി. ഹാർവാർഡ് അമേരിക്കയിലെ വേൾഡിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജുള്ള യൂണിവേഴ്സിറ്റിയാണ്. ആയമ്മ പറയുന്നൊന്നും കാര്യാക്കണ്ട. ഒരു വകതിരുമില്ലാത്ത ടൈപ്പാണ്. അവരുടെ കാര്യം ഇപ്പൊ ആർക്കും ഇല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വകതിരിവ്. അതാണ് നിനക്കും കുറവ്. പരദൂഷണത്തിന്റെ ബാക്കി മുഴുമിപ്പിക്കാൻ ഇനിയും കോൾ വരും. അത് ഒഴിവാക്കാനാ. യു ഗെറ്റ് റെഡി. തിരക്കുള്ളവർ പുറപ്പെടണം. ഞാൻ വരുന്നില്ല. ഒരു നാട്ടുനടപ്പിന്റെ പ്രശ്നമുണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇത്ര നേരം നിന്നത്. അതറിയാത്തവളാണ് ഭാര്യ. എനിക്ക് കുറ്റം ചാരിയ മതി അവിടെ വല്ലവരും ചോദിച്ചാ. ഞാനില്ല. നീ പുറപ്പെടു. ഇപ്പൊ തന്നെ സമയം വൈകി. പ്ലീസ് യു ഗെറ്റ് ഇൻടു ദ കാർ. ആ, നീ വരുന്നില്ലയോ? ശരി, ഞാനും വരുന്നു.
അമ്മുകുട്ടി ടീച്ചർ അറിഞ്ഞില്ലേ? മാധവൻ മാഷ് വളരെ അത്യാസനയിലേക്ക് കിടക്കുക. ഓഹോ. ആർക്കാ അസുഖം? അത് എന്റെ അമ്മാവൻ. നേരെ അമ്മാവന് പോണ്ടേ? കാശുള്ള അമ്മാവനാണെങ്കിൽ പോണം. മരിക്കുന്നതിന് മുമ്പ് വല്ല വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടാവും. ഭാഗ്യനിലയിൽ സമയമാവും ടീച്ചർക്ക്. ഞാൻ തമാശ പറഞ്ഞ ടീച്ചർ. ആര് മരിക്കുന്നത് സങ്കടം തന്നെയാ. ടീച്ചർ എപ്പോഴാ പോന്നേ? അച്ഛന് ഇല്ല, വ്യത്യാസമൊന്നുമില്ല. ഞാനാ ഫോൺ ചെയ്ത്. ഭാഗ്യത്തിന് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ബോധമൊക്കെ ഉണ്ട്. എന്നാലും എത്തുമ്പോഴേക്കും ഒക്കെ കഴിഞ്ഞിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. ഈ നിലയ്ക്ക് കുറേ ദിവസം കിടക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ പോകുന്ന കുട്ടി കാശിന് കുറച്ച് കൂടുതൽ കൊതിയുണ്ടെങ്കിലും ആളും എടുക്കനാ. വലിയ വായിക്കൾ ഇളകുന്ന ലക്ഷണമുണ്ട്. എന്നാലും നാളത്തേക്ക് നോക്കിയാൽ മതി. നാളെ ഒരു ഉച്ച ദ്വാദശിയുടെ സന്ധ്യയില് അപ്പോഴേക്ക് നക്ഷത്രം മാറും ചെയ്യും. അല്ല, ഞാനിവിടെ പറയുന്നേ, സ്വർഗവാതിൽ തുറക്കണ ആ സമയത്ത് ഉറപ്പാ. മാഷൊരു കന്മഷില്ലാത്ത ആളല്ലേ, ഒരു ഇത്തിരി മുൻസിലുണ്ടെങ്കിലും. ആ അച്ചോട്ടാ ഒന്ന് അവിടെ നിക്കി. രാത്രി മുഴുവൻ ഉറക്കം ഒഴിഞ്ഞിരിക്കണ്ട. അപ്പൊ ഒരു 4-5 വീടി ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായയും അതിനുള്ള ഏർപ്പാടുകൾ എന്താ വെച്ചാൽ കൂടി ചെയ്യണം. ഒക്കെ വരും. താനിന്റെ ഇടയ്ക്ക് നല്ല ദുസ്വഭാവം ഉണ്ടല്ലോ, അത് കാട്ടായിരുന്നാ മതി. ബാക്കി എന്തായാലും മരിപ്പിക്കാൻ ചെന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ദുഷ്പേര് ഞാൻ ഇതുവരെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? അച്ഛാ, അച്ഛാ, ഞാനാണ് സീതാലക്ഷ്മി. ബോധമുണ്ട്. വിളിച്ചപ്പോ മനസ്സിലായി. സംസാരിക്കാനാവണില്ലെന്നേ ഉള്ളൂ. വിശാലും വരുന്നുണ്ട്. വിളിച്ചാൽ അറിയുന്നുണ്ടോ? ഓവ്, എന്തോ പറയാൻ നോക്കണ്ടെന്ന് തോന്നും. ഏട്ടത്തി ഒറ്റയ്ക്കുള്ളൂ. കുട്ടേട്ടൻ ബോംബെക്ക് പുറപ്പെട്ട് ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് കോള് കിട്ടിയത്. രാജനെ ഞാനാ വിളിച്ചത്. അവൻ എത്തിയില്ലേ? എത്താറാവണേ ഉള്ളൂ. 120-130 നാഴികയില്ലേ. കുട്ടികളെ കൂട്ടാൻ പറ്റിയില്ല. മൂത്തോക്ക് മറ്റന്നാൾ ഒരു സ്കോളർഷിപ്പ് പരീക്ഷ. ബോംബെയിൽ വിളിച്ചു പറയാൻ ഞാൻ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചെയർമാൻ എത്തുന്ന ദിവസമായിരുന്നു. ആ തിരക്കിനിടയിലാണ് ഞങ്ങൾ ഓടി വന്നത്. ഓഫീസിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. മാനേജർ ലീവിലായതുകൊണ്ട് എനിക്കാ ചാർജ്. ജർമ്മനിയിൽ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ട് ബോംബെയിൽ. ഇപ്പം വളരെ പ്രധാനപ്പെട്ട മീറ്റിങ്ങിനൊക്കെ കുട്ടേട്ടൻ പോകാറുള്ളൂ. മറ്റേനൊക്കെ അസിസ്റ്റൻസിനെ അയക്കും. ദേ, പാലോ ഹാർലിക്സോ വല്ലതൊക്കെ കുറേശ്ശെ കൊടുക്കാൻ നോക്കൂ. ഇറങ്ങളില്ല. അടുക്കളയിൽ ആരാ സഹായത്തിന്? ആരുമില്ല. രാവിലെ ചീരു എന്തോ വന്ന് അടുപ്പത്തിട്ടിട്ട് പോകും. നാട്ടുമ്പുറത്തെ സ്ഥിതി ഇപ്പൊ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്? പണിക്ക് ആളെ കിട്ടില്ല. ട്രാൻസിസ്റ്റർ റേഡിയോ നോക്കിയിട്ട് പാട്ടും കേട്ടിട്ടല്ലേ ചെക്കന്മാര് പണിക്ക് പോണത്. എന്തൊക്കെ കാണാവോ? ശിവ, ഞാൻ കഴിഞ്ഞ മാസം കൂടി അച്ഛൻ എഴുതിയതാ അവിടെ വന്ന് നിൽക്കാൻ. അച്ഛൻ നിൽക്കില്ല. അവിടെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ബഹളായില്ലേ മടങ്ങാൻ. ഇവിടുന്ന് വിട്ടു നിൽക്കാൻ അച്ഛന് ഇഷ്ടമില്ല. അച്ഛന്റെ കാര്യങ്ങൾ മാത്രം നോക്കാൻ ഞാനൊരു സർവന്റിനെ വെച്ചിരുന്നു. എന്താ കഴിഞ്ഞോ? ഒരു 20 രൂപ ഡോക്ടർ കൊടുക്കാനാ. നാട്ടിൻപുറത്ത് 20 വേണോ? നമ്മുടെ ടൗണില് ഒന്ന് വേഗം തരൂ. അച്ഛൻ കിടപ്പിലായപ്പോ ചെലവ് മുഴുവൻ താനാ ചെയ്തെന്ന് കൊട്ടി കോഴിക്കാൻ എടുത്തി. അതിനെ ഇട കൊടുക്കണ്ട. കൊടുക്കുന്ന കൊടുത്തോട്ടെന്നേ. ഒന്ന് വേഗം തരുന്നുണ്ടോ? വന്നു കേട്ടു. ഇത് എത്ര സെന്റ് സ്ഥലം ഉണ്ടാവും? ഇത് ഒരു 60-65 അത്രേ ഉണ്ടാവും. ഇവിടങ്ങളിൽ ഇപ്പൊ സ്ഥലത്തിന് എന്ത് വിലയുണ്ട്? ദുബായിക്കാരുടെ കാശിന്റെ തിളപ്പ് കുറച്ച് നിന്നിരിക്കണം. എന്നാലും വില താണിട്ടില്ല. സെന്റിന് 1500-2000 ഒക്കെ ഉണ്ടാവില്ലേ? ഇത് മാസ്റ്ററുടെ ഇളയ മകളുടെ ഭർത്താവാണ്. ഓ, കണ്ടീഷൻ എങ്ങനെയുണ്ട് ഡോക്ടർ? ഒരു ടെമ്പററി കോമയാണ്. കുറച്ചു ദിവസം കിടക്കും, ചേഞ്ച് ഇല്ലാതെ.
എന്ത് കോമ? ഇത് കോമയും കെട്ടുവള്ളിയൊന്നല്ല, ബുദ്ധൻ ചിഹ്നൻ, രണ്ടു വായിക്കൊള്ളാം. അത് ഇളകാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് ഞാനെത്ര കണ്ടതാ. അധിക ദിവസം ഇങ്ങനെ കിടന്നാൽ ഇവനൊക്കെ എന്തെങ്കിലും അറിയോ? ഒരു കുഴലും നോക്കിയിട്ട് അങ്ങനെ നടക്കും. രാത്രി മാറ്റൊന്നും ഉണ്ടാവില്ല, രാവിലെ ഉറപ്പാണ്, ഉച്ച വരെ എത്തില്ല. നാളെ വൈകുന്നേരത്തേക്കെങ്കിലും ജോലി സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ ആകെ. കുട്ടിനാരായണം പറഞ്ഞാ പിഴക്കില്ല. അച്ചോട്ടോ, ആ വെട്ടിക്കൂട്ടാനുള്ള ആളുകളെയൊക്കെ നേരത്തെ തന്നെ കണ്ടിട്ട് അവിടെ നിശ്ചയിച്ചോളൂ. ഉറുണ്യമ്മാവ് വെട്ടണോ അതോ വടക്കടുത്ത് പുളിയം വെട്ടണോ? അതിപ്പോ രാജു വന്നിട്ട് നിശ്ചയിച്ചോട്ടെ. രാജനും കുട്ടികളും വന്നാൽ അടുക്കളത്തെ കാര്യത്തിനാ കുഴപ്പം. എന്റെ വീട്ടിലും ആളില്ല. നാരായണിക്കാണെങ്കിൽ തീരെ സുഖമില്ലാതെ കിടപ്പാ. എന്നോട് വെച്ചോട്ടാ? താനീ യമദൂതനെ പോലെ എന്റെ വീട്ടുപടക്ക് ചുറ്റിപ്പറ്റി നടക്കാൻ നോക്കണ്ട. എന്റെ ഭാര്യയ്ക്കും ഭരിക്കാൻ മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. വെച്ചതൊക്കെ തികയാവോ? പേടിക്കണ്ട, എന്റെ അവിടുന്ന് പകർച്ച കൊണ്ടുവരും. അതിനൊക്കെ നമ്മളൊക്കെ എന്തിനാ? അതെ അതെ. ഉച്ചയ്ക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കിന്ന് വീട് വരെ പോണല്ലോ കുട്ടിയെ. ശരി, പൊയ്ക്കോളൂ.